അപ്പച്ചാ. എന്താ ജോഷി? അപ്പച്ചാ, ഞാനേ ഒരാളെ കണ്ടിട്ട് വരും, ഉടനെ തന്നെ വരാം. പിന്നെ അപ്പച്ചാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ജോഷി? ഞാൻ അപ്പച്ചനോട് പറഞ്ഞിട്ടില്ലേ, ഞാനൊരു വീട് കണ്ടുവച്ചിട്ടുണ്ടെന്ന്. 3 കോടി രൂപയാണ് അതിൻ്റെ വില. ഒരു 2 കോടി കണ്ടുവച്ചിട്ടുണ്ട്. 1 കോടി രൂപയുടെ കുറവുണ്ട്. അതിനിപ്പോ എൻ്റെ ഈ പൈസയൊന്നും ഇരിപ്പില്ലല്ലോ. അപ്പച്ചൻ തരണ്ട. വീടും പറമ്പും കൂടി വിൽക്കുവാണെങ്കിൽ. വീടും പറമ്പും കൂടി വിൽക്കാനോ? എത്ര തലമുറ കഴിഞ്ഞ വീടായത്. പിള്ളേർക്കാണെങ്കിലും ഇനി ഇങ്ങോട്ടൊന്നും വരാൻ താല്പര്യമില്ല അപ്പച്ചൻ. ഞങ്ങളിനി അവിടെ തന്നെ ആയിരിക്കും. അച്ഛനങ്ങ് കൊണ്ടുപോവുക. അപ്പച്ചനെ ഇനി അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ താമസിപ്പിക്കാനാണ് തീരുമാനം. അല്ലേലും ഇവിടെ ഇനി ഒറ്റയ്ക്ക് എത്ര നാളാന്ന് പറഞ്ഞാൽ കഴിയണേ. പിള്ളേരുടെ ഭാവിയും നോക്കണ്ടേ. പിള്ളേരൊക്കെ അവിടെ തന്നെയല്ലേ പഠിക്കണേ. എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. ഇവിടെ താമസിക്കലൊന്നും നടക്കില്ല. ഞാനിനി എന്തായാലും അങ്ങോട്ടില്ല. കൂട്ടിലടച്ച കിളിയെപ്പോലെ ഞാൻ അവിടെ വന്ന് താമസിക്കുന്നില്ല. പിന്നെ നിനക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാം. ഒഴുകി ഒഴുകി പുഴ ചേരും ഗഗനമേഘം മഴയാകും ഇരുളുമാത്മാനൊമ്പരങ്ങൾ അലിയുവാനിന്നാകുമോ. ഹലോ. ആ അളിയ എവിടെയുണ്ട്? ഞാനിപ്പോ വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുവാടാ. നമുക്കൊന്ന് കറങ്ങിയാലോ? ചെറുതൊക്കെ ഒന്ന് വീശിയിട്ട്. അതിനെന്താ, നീ ഇങ്ങ് പോരെ, ഞാൻ 5 മിനിറ്റ് കൊണ്ട് എത്തും. എന്നാ എപ്പോ എത്തി? എന്നാ ശരിയടാ, ഓക്കെ. ഹലോ. ആ എടാ, നീ ഇന്ന് ഫ്രീ ആണോ? എന്നേട്ടേ കാര്യം ഏട്ടേ? നമുക്കൊരു പെണ്ണ് കാണാൻ പോയാലോ? എന്റെ പൊന്നി ഏട്ടേ, മടുത്തേട്ടേ, ഇനി പോണോ ഏട്ടേ? അങ്ങനെയൊന്നും അല്ലടാ, ഇത് നിനക്ക് ഇഷ്ടപ്പെടും. എനിക്ക് സംശയം അവക്ക് നിന്നെ ഇഷ്ടപ്പെടുമെന്നുള്ളതാ. അത്രയ്ക്ക് അടിപൊളിയാണ് ഏട്ടേ. ആ അങ്ങനെയാണ് ഞാൻ വരാൻ ചേട്ടേ, കുഴപ്പമൊന്നുമില്ല. എന്നാ ഇങ്ങ പോര്. ചേട്ടേ ഇപ്പൊ എവിടെയാട്ടെ നിൽക്കണ? എവിടെയാട്ടെ? ഞാൻ ഈ കവല തന്നെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നീ എനിക്കൊന്നും തന്നില്ല. ചേട്ടാ അത് കാണാം. എത്ര വേണ്ടി വരും ചേട്ടാ? അത് നിനക്ക് ഇഷ്ടമുള്ളത് തന്നാ മതിടാ. 1000 കുറച്ചാരും തരാറില്ല. ഒരു മിനിറ്റ് ഞാൻ ചേട്ടനെ തിരക്കി എടുക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ പോയായിരുന്നു. എന്താ ചേട്ടാ, അവരെല്ലാം പറഞ്ഞോ? നിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട്. ഓ, ജോലി അത് തന്നെ മതി. പക്ഷേ പ്രായമായ കാരണവന്മാരുള്ള വീട്ടിലേക്ക് പെണ്ണിന് വിടാൻ അവർക്കും താല്പര്യമില്ല അല്ലേ? ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാടാ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാ ഇത് നടക്കില്ല അല്ലേ സുകുമാരൻ ചേട്ടാ? എടാ നീ പേടിക്കണ്ടാ. നീ ആയതുകൊണ്ട് ഞാൻ കാര്യം തുറന്നു. ഇപ്പൊ പഴയതുപോലെ ഞങ്ങൾ ബ്രോക്കർമാർ നടത്തുന്ന കല്യാണങ്ങളൊക്കെ കുറവാണ്. പെങ്കൊച്ചിന് എന്തായാലും നിന്നെ ഇഷ്ടപ്പെട്ടല്ലോ. പെങ്കൊച്ച് ജോലി ചെയ്യണ സ്ഥലവും നിനക്കറിയാം. നീ അവിടെ ചെന്ന് അവളെ ഒന്ന് വളയ്ക്കാൻ നോക്കടാ. വളയ്ക്കാനോ? അവളോട് പറ അപ്പനെ പെങ്ങള് കൂട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു നുണ അങ്ങോട്ട് കാച്ച്. അങ്ങനെ നുണ പറഞ്ഞിട്ട് കല്യാണം നടത്തണ്ട സുകുമാരൻ ചേട്ടാ. എടാ നിനക്ക് പെണ്ണ് കെട്ടണോ? ഞാൻ തന്നെ ഇങ്ങനെ നുണ പറഞ്ഞു എന്തോരം കല്യാണം നടത്തിയേക്കണ്. മനസ്സിലെങ്ങനെ തോന്നാത്തകം പടപടാ പടപടാ ദുരുത്തരം മനസ്സിലെങ്ങനെ തോന്നാത്തൊരു മസ്തകം. എന്നാ ശരി അളിയാ. എടാ, ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സുജിത്തിന്റെ കല്യാണക്കാരി ഒന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെ ഈ കാര്യമൊന്നും പെട്ടെന്ന് നടക്കൂല അളിയാ. അതെന്താന്ന് വെച്ചാൽ ഈ കാരണവന്മാരുള്ള വീട്ടിലോട്ടേ പെണ്ണുങ്ങളെ വിടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനൊരു നിർദ്ദേശം പറയാം. അളിയനെ ഒരു 4 മാസത്തേക്ക് അച്ഛനെ അങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോകും. ഞാൻ സംഭവം സെറ്റ് ചെയ്ത് തരാം. അവിടെയും കാരണവന്മാരുള്ളതല്ലേ, അവിടെയും പ്രശ്നങ്ങളാ മൊത്തം. എന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വിളിക്കാം. പൊക്കോട്ടെ. നീ ആ ബ്രോക്കറെ കാണാൻ പോയിട്ട് കണ്ടോ? എന്താ പറഞ്ഞേ? അത് നടക്കില്ല ചേച്ചി. അതെന്ത് പറ്റി? പഴയ കാലമല്ലോ ചേച്ചി. പ്രായമായ കാരണന്മാരുടെ വീട്ടിലേക്ക് പെൺപിള്ളേരെ കെട്ടിച്ചുവിടാൻ ആർക്കും താല്പര്യമില്ല. അവരങ്ങനെ പറഞ്ഞോ? ബ്രോക്കർ അങ്ങനെ പറയണത്.
അയാളത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളുടെ കൂടെ പോകില്ലായിരുന്നു. എന്തായാലും ഇതിനി സമയം കളയാനില്ല. ഞാൻ ഇനി ഒരു പെണ്ണ് കാണാനും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാടാ? ഇപ്പൊ തന്നെ നീ എത്ര പെണ്ണ് കാണാൻ പോയി? ഇപ്പൊ പ്രായമാണേലും നിനക്ക് കൂടിക്കൂടി വരിക. ഇനിയിപ്പോൾ പോണില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കല്യാണം നടക്കാനും പാടാവും. ഞാൻ എന്തായാലും സതീശൻ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ, അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഞാനൊന്ന് ചോദിക്കട്ടെ. അതേതായാലും വേണ്ട ചേച്ചി. അച്ഛനെ ഇവിടുന്ന് എങ്ങോട്ടും കൊണ്ടുപോകണില്ല. അച്ഛനെ ഈ വീട്ടിൽ നോക്കാൻ പറ്റിയൊരു പെണ്ണ് വരട്ടെ. അങ്ങനെ ഒരു പെണ്ണ് വന്നിട്ട് മതി എനിക്കൊരു കല്യാണം. ആ, നിങ്ങളിവിടെ കളിച്ചോണ്ടിരിക്കുകയാണോ? അച്ഛൻ വരുമ്പോഴത്തേക്കും വീട്ടിൽ പോകാനുള്ളതല്ലേ? വേഗം പോയി കുളിച്ച് റെഡിയാവ്. ജോമോൻ എന്തിയാ മോളെ? പപ്പ പുറത്തേക്ക് പോയിരിക്കുക. അവൻ അവൻ്റെ പാട് നോക്കി അങ്ങനെ പോയി. വൃത്തിയുള്ളവളാണെങ്കിൽ ബ്യൂട്ടി പാറിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല അവക്ക്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആരോടാ ഒന്ന് പറയണേ. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ജോസഫേട്ടോ എങ്ങനെയുണ്ട്? ആ, ചെറുതായിട്ടേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇരിക്കൂ. അപ്പൊ സുഖമായോ? കുഴപ്പമില്ല. 3-4 ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഇന്നലെ ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ? അതെ, ഇന്നലെ വന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മുടെ ജോമറെ കണ്ടായിരുന്നു. അവൻ അവൻ്റെ വഴിക്ക്. വൃത്തിയുള്ളവളാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാൻ അവൾക്ക് സമയമില്ല. ഒരു സഹായത്തിന് ഇവിടെ അങ്ങ് ആരുമില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ, ഇക്കാലത്ത് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ എടാ, ഞാൻ അപ്പച്ചന് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് വന്നാടാ. എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? എത്ര നാളുണ്ടാവും അറിയില്ല. ചേച്ചി വന്നിട്ടുണ്ടോ? നിഷയുണ്ട് കൂടെ. അടുത്ത ദിവസം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പച്ചനെ ഒന്ന് കാണണം. ശരിടാ. ശരി എന്നാ. ആരാ പപ്പയെ വിളിച്ചേ? അതാ ജോമോൻ ചേട്ടനാ. എടാ ജോമോനെ, നീ വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. നിന്റെ കല്യാണം നടത്തിയ ബ്രോക്കറാണോട്ടാ ഞാൻ. സുകുമാരൻ ചേട്ടനെ ഞാൻ മറക്കുവോ? ഒന്നും കൊണ്ടുവന്നിട്ടില്ലടാ. അപ്പച്ചന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് വന്നതാണ്. എന്നാലും കുഴപ്പമില്ല. ചേട്ടൻ വാ, വീട്ടിലേക്ക് വാ. ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ അപ്പച്ചന് അസുഖമെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നടാ, സമയം കിട്ടി. സമയം പോലെ വന്നാൽ മതി. ജോമൻ ചേട്ടാ, വന്നത് ഞാൻ അറിഞ്ഞിരുന്നു. എടാ, അപ്പച്ചന് നല്ല സുഖമില്ല, പെട്ടെന്ന് വന്നതാ. സ്ട്രോക്ക് വന്നായിരുന്നു. പിന്നെ ഇപ്പൊ നിന്റെ കല്യാണക്കാര്യം എന്തൊക്കെ? പിന്നെ എടാ, ഞാനൊരു 10-15 പെണ്ണിനെങ്കിലും ഇവനെ കൊണ്ട് കാണിച്ചതാ. ഒന്നും ശരിയാണില്ലടാ. എടാ, ഈ പ്രായമായ കാർന്നോമാരുടെ വീട്ടിലേക്ക് വന്ന് കാർന്നോമാരെ നോക്കാനൊന്നും ഇപ്പോഴുള്ള പെൺപിള്ളേർക്ക് താല്പര്യമില്ല. നീ ഞാൻ ചെയ്തതുപോലെ ചെയ്യ്. വല്ല കാനഡയിലോ UK-യിലോ ദുബായിലോ എവിടേക്കെങ്കിലും പോവും. അല്ലാതെ ഇവിടെ അച്ഛനെ നോക്കിയിരുന്നാൽ നിന്റെ ജീവിതം പോവും. എടാ ജോമോനെ, പല പ്രാവശ്യം ഞാൻ ഇവനോട് പറഞ്ഞതാ, കേക്കണ്ടേ? എന്തായാലും അച്ഛൻ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. നിന്റെ വിധി ഇതൊക്കെ തന്നെയാടാ. നീ പെണ്ണ് കെട്ടാതെ ഇവിടെ കിടന്ന് ആരയിക്കുള്ളൂ. ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എത്ര പ്രാവശ്യം വന്നിട്ടുള്ള? എടാ, എല്ലാ തവണത്തെയും പോലെയല്ല. നമുക്ക് ഈ തവണ സെറ്റാക്കാൻ സംഭവം. നാളെ തന്നെ പോയി പെണ്ണ് കാണ്. നീ ധൈര്യമായിട്ട് പോര്. നല്ല അടിപൊളി കേസായത്. അവിടെ ചെല്ലുമ്പോൾ കാര്യം നിനക്ക് മനസ്സിലാവും. എന്തായാലും ഈ പ്രാവശ്യം ഞാൻ വരാട്ടോ. വെറുതെ കാശ് പോകുന്നല്ലാണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നീ ധൈര്യമായിട്ട് ഇരിക്കടാ, ഇത് നടക്കും. ഞാനല്ലേ പറയുന്നത്. എടാ, ഒരു മിനിറ്റ്, ഞാൻ ഉടനെ അങ്ങോട്ട് വിളിക്കാം. ഞാൻ ചേട്ടനെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്തായിരുന്നു? വീടും സ്ഥലവും കൂടി കൊടുക്കാനായിട്ടാ. അപ്പോൾ ഈ വീടും സ്ഥലവും കൊടുക്കുമ്പോൾ അപ്പച്ചനോ? അപ്പച്ചനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പച്ചൻ അങ്ങോട്ട് വരാനൊരു താല്പര്യം കാണിക്കണില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ അടുത്ത ദിവസം തന്നെ അങ്ങ് വരാം. നമ്മുടെ ഒരു ആശാനുണ്ട്, അദ്ദേഹത്തെയും കൂട്ടി അങ്ങ് വരാം. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഒരുപാട് കച്ചവടങ്ങൾ നടന്നിട്ടുള്ളതാണേ. എന്തായാലും എനിക്കൊരു 2 ആഴ്ചത്തെ ലീവ് ഉള്ളൂ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരണം. നല്ലവണ്ണം കൈവീശി നടക്കപ്പച്ച. നല്ല പഴയ പോലെ ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ. പഴയതുപോലെയൊക്കെ ഇനി ശരിയാവുമോ ജോമോനെ? അപ്പച്ചൻ്റെ മുമ്പാലല്ലേ ഡോക്ടർ വിവരങ്ങളൊക്കെ പറഞ്ഞത്? ഡോക്ടർ അങ്ങനെയൊക്കെ പറയും. ഇനിയൊക്കെ ശരിയാകാൻ വലിയ പാടാ. അപ്പച്ചൻ ഇങ്ങനെയൊക്കെ നടന്നാലേ പഴയ പോലെയൊക്കെ ആയിക്കോളൂ. ഫോൺ വരുന്നുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. നിഷയാ. അപ്പച്ചൻ ഇവിടെ ഇരുന്നോ. നിഷ, നീ വീട്ടിലെത്തിയോ? എനിക്ക് ഉടനെ മടങ്ങിപ്പോണം, വൈകാതെ വരണം. ഞാൻ അപ്പച്ചനെ കൊണ്ട് നടക്കാനിറങ്ങിയതാ. 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. ശരി എന്നാ. ശരി. അപ്പച്ച, നിഷ വീട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിലേക്ക് നടക്കാം.
സുജിത്തിന് വേണ്ടി കൂത്താട്ടോളത്ത് പോയി ഒരു പെണ്ണിനെ കണ്ടു. അവർക്ക് ഫോറിൻ കാര്യം മതി. അതാണ് കുഴപ്പം. ഇപ്പോഴുള്ള പെമ്പിള്ളേർക്ക് ഫോറിൻകാരൻ മതി. മാത്രമല്ല യൂറോപ്പിലുള്ളവരെ തന്നെ വേണം. ഇങ്ങനെയാണെങ്കിൽ സുജിത്തിന്റെ കല്യാണം നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛനെ കൊണ്ട് കളയാൻ പറ്റും. എടാ, ഇവന്റെ ചേട്ടൻ രമേശൻ അച്ഛനെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോയാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. പക്ഷെ അവൻ കൊണ്ടുപോകും. നമുക്കൊന്ന് പോയി സംസാരിച്ചാലോ? സംസാരിക്കാം. എടാ, 2 ലക്ഷം രൂപ കിട്ടണ കേസാ. നടന്നു കിട്ടിയാൽ നമുക്ക് 50-50 അടിക്കുകയും ചെയ്യാം. അത് വേണം. അത് പിന്നെ നമുക്കൊന്ന് പോയി സംസാരിക്കാം. അതൊന്നും ശരിയാവൂല. നമ്മൾ വൈകുന്നേരം ഓരോന്നൊക്കെ അടിച്ചിട്ട് ഇരിക്കണതാ. അതിന്റെ ഇടയ്ക്ക് കാർന്നവരും കൂടെ വന്ന ഉള്ള സമാധാനോടെ പോകും. മാധവൻ ചേട്ടൻ കർക്കശക്കാരനാണെന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാം അറിയാം. ആളിപ്പോൾ പ്രായമായില്ലേടാ. പുള്ളി ഈ മൂലയിൽ എവിടെയെങ്കിലും ഒതുങ്ങി കൂടി കഴിഞ്ഞോളൂല്ലേ? അതെ, കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിയുമ്പോൾ അവൻ അച്ഛനെയും വിളിച്ചോണ്ട് പൊക്കോളും. അതുവരെ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പാടില്ലേ? അതൊന്നും ശരിയാവൂല. ചേട്ടൻ അറിയാലോ, ഈ വീട് പണത് അവക്കടെ കാശും കൂടെ കൂട്ടിയിട്ടാ. ഇനി ഞാൻ സമ്മതിക്കാന്ന് വെച്ചാലും അവളെ അമ്പേലും വില്ലേലും അടക്കൂല. പനിയും പെണ്ണ് കെട്ടാതെ നടക്കട്ടെ എന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? നിങ്ങൾ വലിയ കൊമ്പത്തെ ആൾക്കാരെ നോക്കാതെ വല്ല പാവപ്പെട്ട പിള്ളേരെ നോക്കാനേ, എന്നാലല്ലേ കല്യാണം നടക്കുള്ളൂ. പാവപ്പെട്ട വീട്ടിലെ പെൺപിള്ളേർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അവർക്കാണ് ഇപ്പോൾ കൂടുതൽ ആഗ്രഹങ്ങൾ. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്നാ പിന്നെ ഞങ്ങളങ്ങ് പോട്ടെ. ആയിക്കോട്ടെ. ചേട്ടാ, ചേട്ടനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. സുജിത്തിന്റെ കല്യാണം സംബന്ധിച്ച് സംസാരിക്കാൻ ഞങ്ങളിപ്പോൾ പല ആലോചനകളും കൊണ്ടുവന്നായിരുന്നേ. ഒന്നും അങ്ങോട്ട് നടക്കണില്ല. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഒരു ആലോചന വന്നിട്ടുണ്ട്. അവർക്ക് ഏതാണ്ട് ഇഷ്ടപ്പെട്ട രീതിയാണ്. പെണ്ണിൻ്റെ അമ്മയ്ക്കൊരു താല്പര്യക്കുറവേ. ഈ കാർന്നവന്മാരുള്ള വീട്ടിലേക്ക് പെണ്ണ് കൊടുക്കാനൊരു വിഷമം. പെങ്കൊച്ച് കാർന്നവന്മാരെ നോക്കി വീട്ടിൽ നിന്നാൽ പോരല്ലോ, വിദേശത്തൊക്കെ പോകണമെന്നാണ് പെങ്കൊച്ചിൻ്റെ ആഗ്രഹം. പഠിച്ച പിള്ളേരല്ലേ ചേട്ടാ? അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, നല്ല തൊഴിലും കിട്ടി സുഖിച്ച് ജീവിക്കാനാ അവർക്ക് താല്പര്യം. അവരെ നമ്മൾ വീട്ടിൽ തളച്ചിടണം, ശരിയാണോ? എൻ്റെ മനസ്സിലും ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു നേരത്തെ മുതൽ. ഓരോ ആലോചന മുടങ്ങിയപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാ പിന്നെ ചേട്ടൻ രമേശന്റെ വീട്ടിൽ പോയി താമസിച്ചുകൂടെ? അതൊന്നും ശരിയാവൂല. മായയുടെയോ? ശരിയാവൂലെന്നേ. പിന്നെ ഒരു കാര്യമുള്ളത്, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ വൃദ്ധസദനത്തിൽ ആക്കണ ഒരു പരിപാടിയുണ്ട്. ഇത് ചേട്ടൻ വിഷമിക്കാൻ പറഞ്ഞതല്ല. അവിടെ സൗകര്യങ്ങൾക്കൊരു കുറവും ഉണ്ടാവില്ല. അവൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് ഞങ്ങളിതൊക്കെ പറഞ്ഞതേ. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കല്യാണം നടക്കണ്ടേ? ഇത്രയും പ്രായമായില്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് പറയാം. ശരി എന്നാ. ഓക്കെ. സതീശേട്ടാ, സുജിത്തിന് 10-35 വയസ്സോളം ആയില്ലേ? ഇതുവരെ കല്യാണമൊന്നും ആയില്ലല്ലോ. നമ്മളൊന്ന് മുൻകൈ എടുത്തെങ്കിലേ എന്തെങ്കിലും ഒരു കാര്യം നടക്കുള്ളൂ. അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? പെൺവീട്ടുകാർക്ക് ഇഷ്ടപ്പെടണ്ടേ? പ്രായമായ കാരണന്മാരുള്ള വീട്ടിലേക്ക് പെൺപിള്ളേർക്ക് വരാൻ കഴിയില്ലെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അച്ഛനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? നീ എന്താ പറയണമായേ? അവിടെ കള്ളും കുടിച്ചിട്ട് വന്നിട്ട് ലേളയും കൂടി തമ്മിൽ തല്ലി നടക്കുന്ന ആളുകളല്ലേ. അവിടെ കടന്നിട്ട് പിന്നെ കൂട്ട അടി കൂടാനാ? അതൊന്നും ശരിയാവില്ല. വേണ്ട. അവന് ഒരു കുടുംബവും 2 പിള്ളേരും ഒക്കെ ആയിട്ട് ജീവിച്ച് കണ്ടു മരിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് നടക്കണ ലക്ഷണമൊന്നും കാണുന്നില്ല. ഇപ്പം അതിന് മാത്രം പ്രായം വല്ലതും ആയോ അവന്? വേറെ വല്ല ബ്രോക്കർമാരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്. ഏതെങ്കിലും ഒരു പെൺകുട്ടി വീട്ടിൽ വരും. അങ്ങനെയൊക്കെയാണ് ഞാനും കരുതിയിരുന്നത്. പല ബ്രോക്കർമാരോടും പറഞ്ഞു, പക്ഷെ ഒന്നും നടക്കണില്ല. പിന്നെ ഈ വയസ്സായ കാരണന്മാരുള്ള വീട്ടിലേക്ക് പെൺപിള്ളേരെ വിടാൻ ആർക്കും ഒരു താല്പര്യവും ഇല്ല. ഇക്കാര്യത്തിൽ ഞാനിപ്പോൾ ഒരു തടസ്സമായിട്ട് നിൽക്കുക. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മാധവ. അങ്ങനെ ചിന്തിക്കാതെ പറ്റൂല റീസേ.
നമ്മളൊക്കെ ഇങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കുറച്ചു മുമ്പ് ആ കൊച്ചാക്കോയും സുകുമാരനും കൂടി എന്നെ വന്ന് കണ്ടിരുന്നു. അവരിത് പറയുമ്പോഴാണ് ഇങ്ങനൊരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചത്. ഈ സാഹചര്യത്തിൽ അവരുടെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ വറീസ്? എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ വറീസിൻ്റെ അറിവിൽ അതിനുള്ള സൗകര്യം എവിടെയെങ്കിലും ഉണ്ടോ? അത് വേണോ മാധവ? കാര്യം ഇത് നാട്ടിൽ നടപ്പുള്ള കാര്യമൊക്കെയാണ്. പക്ഷേ ഇതിന്റെ പഴി മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ പുറത്താരോടും പറഞ്ഞാൽ അടുത്ത ആഴ്ച ആണെങ്കിൽ ഞങ്ങൾ ഫാമിലി ടൂർ യൂറോപ്പിലേക്ക് പോകാൻ നിൽക്കുക. അത് ശരി. അപ്പൊ ഞങ്ങൾ പോയി കഴിയുമ്പോ ആ പരിപാടി നിങ്ങൾ ഫിനിഷ് ചെയ്തു. അത് ഞങ്ങൾ സെറ്റാക്കാം. പിന്നെ ചെലവിലേക്കായിട്ടൊരു 20,000 രൂപ ആവശ്യമുണ്ടായിരുന്നു. അത് കുഴപ്പമില്ലെന്നേ, അതൊക്കെ നമുക്ക് തരാം. അത് മതി. എന്നാ വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഓക്കെ എന്നാ. ഓക്കെ. അച്ഛാ ഞാനിന്ന് പുറത്തോട്ട് പോട്ടോ. ഇപ്പം എന്നാ പുറത്തോട്ട്? 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. 2-3 പേരെ ഒന്ന് കാണാനുണ്ട്. എനിക്ക് നിന്നോടിപ്പോൾ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ അച്ഛാ? എനിക്ക് കുറച്ച് അമ്പലങ്ങളിൽ തീർത്ഥാടനത്തിന് പോയാൽ കൊള്ളാമെന്നൊരു താല്പര്യമുണ്ട്. തീർത്ഥാടനത്തിനോ? അതിനിപ്പോൾ അങ്ങനെ ഒരു തീരുമാനം? അങ്ങനെ തോന്നി. നിനക്കും ഒരു കുടുംബജീവിതമൊക്കെ വേണ്ടേ? എത്ര നാളെന്ന് വെച്ചാ? അച്ഛൻ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. അച്ഛൻ ഇവിടുന്ന് പോയിട്ടുള്ള ഒരു കുടുംബജീവിതം എനിക്ക് വേണ്ട. എറണാകുളംകാരനാണ് വന്നിരിക്കണേ. ഞാൻ നേരത്തെ അറിയണ ആള്. അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ വസ്തുക്കൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. പിന്നെ പാർട്ടി ഒന്നാമത് വന്നു കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വിറ്റെടുക്കുവാണെങ്കിൽ മിടുക്കുന്നിരിക്കും. ഇനി അവരെ നേരിട്ട് കാണാൻ പറ്റൂലേ? പിന്നെ ഇതൊക്കെ ഒരു ബിനാമിക്കളിയാണല്ലോ. ആധാരം നടക്കുന്നതെന്ന് പുള്ളി നേരിട്ട് വരും. എന്നാലും 80 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിനൊന്നും വലിയ മാർക്കറ്റില്ല. ഇങ്ങനെ ഒരു പാർട്ടി വന്നു കിട്ടിയത് തന്നെ നിങ്ങളുടെ ഭാഗ്യം എന്ന് വിചാരിച്ചു. ആധാരം, മുന്നാധാരം, കുടികിടപ്പ്, ഇത് 3 കൂടി എൻ്റെ വീട്ടിലെത്തിച്ചാൽ നാളെ ഞാൻ അത് എഴുതി വെപ്പിക്കാം. നാളത്തെ കഴിഞ്ഞ് രജിസ്ട്രേഷൻ. അപ്പച്ചാ നല്ല പാർട്ടിയാ വന്ന് വെട്ടേക്കണേ. 80 ലക്ഷം രൂപയ്ക്ക് ഞങ്ങളങ്ങ് ഉറപ്പിച്ചു. മോഹ വിലയാ, അതിൽ കൂടുതലൊന്നും കിട്ടില്ല. ജോഷിക്ക് പോകാനുള്ള തിരക്ക് കാരണം നമുക്ക് അടുത്ത ദിവസം തന്നെ രജിസ്ട്രേഷൻ നടത്തിയേ. അപ്പച്ചാ, എനിക്ക് കമ്പനിയിൽ നിന്നൊരു ഫോൺ വന്നായിരുന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ മടങ്ങിപ്പോകണം. പോയിട്ട് 10 ദിവസത്തിനകം വരും. ഞാൻ വന്നതിന് ശേഷം അപ്പച്ചൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. അതിനപ്പച്ചൻ വിഷമിക്കണ്ട. ഞങ്ങൾക്കൊക്കെ വീടും കുടിയുണ്ട്. നമുക്കവിടെ മാറി മാറി താമസിക്കും. പിന്നെ അത് തന്നെയല്ല, ഇപ്പൊ പകൽ വീടുണ്ട്, ഹോം സ്റ്റേ ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പച്ചാ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അപ്പച്ചനെ ഞാനങ്ങോട്ട് കൊണ്ടുപോകാനാണ്. ഞാനെന്തായാലും അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ കഴിഞ്ഞോളാം. അതെ, ഡോക്യുമെന്റ്സ് ഒക്കെ വൈകാതെ അങ്ങ് എത്തിച്ചേരെ. പിന്നെ ഞങ്ങളുടെ കമ്മീഷന്റെ കാര്യം അറിയാലോ. അതെ അതെ, 3% ഞങ്ങളുടെ കമ്മീഷൻ. അതൊക്കെ ശരിയാക്കാന്നേ. നമ്മൾ എവിടെ പോകാൻ? ശരി, ബൈ. ശരി ശരി. ജീവിതം ഇങ്ങനെയൊക്കെയാ മാധവ. മക്കളും കൊച്ചുമക്കളുമായിട്ട് ഒന്നിച്ച് കഴിഞ്ഞ ആ കാലമൊക്കെ അങ്ങ് പോയി. ഇനി അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. വീടും സ്ഥലമൊക്കെ വിറ്റതല്ലേ, ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അവരുടെ കൂടെ പോയിക്കൂടെ? പോവാൻ വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ. വിളിച്ചതാ. അവിടെ പോയി കൂട്ടിലെ കിളിയെപ്പോലെയൊക്കെ കഴിയാൻ എനിക്ക് പറ്റൂല. സമാനമായ അവസ്ഥയിലൂടെയല്ലേ ഇപ്പോൾ മാധവനും കടന്നു പോകുന്നത്. നമുക്ക് ആലോചിക്കാം. നമസ്കാരം. നമസ്കാരം. എന്താ കാര്യം? സാറിനൊരു മോളുണ്ടല്ലോ, ആ മോക്കൊരു കല്യാണാലോചനയായിട്ട് വന്നതാ. ഈ പയ്യൻ എന്താ ജോലി? പയ്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. 1 ലക്ഷം രൂപയുടെ മുകളിൽ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന വീട്ടുകാരാ അവര്. സാറിന്റെ മോക്കൊരു 30 വയസ്സോളം വരില്ലേ. ചെറുക്കന് 35 ആവുന്നു. അത് കുഴപ്പമില്ല. അത് വീട്ടിൽ കാരണന്മാരൊക്കെ ഉള്ളതാണോ? ഏയ് കാരണന്മാരില്ല. എങ്കിലേ നടക്കുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ കാരണന്മാരുള്ള വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല. അവർക്ക് ഒറ്റയ്ക്ക് അടിച്ചു പൊളിച്ചത്. അത് ശരിയാ. ഒരുപാട് ആലോചന വന്നതാ. ഈ കാരണന്മാരുള്ളത് കൊണ്ട് എല്ലാം വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ മൊത്തത്തിലുള്ള അവസ്ഥ അങ്ങനെ തന്നെയാ. ഇതിപ്പോ കാരണമില്ലല്ലോ. ഇല്ല കാരണവന്മാരില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പോഴത്തെ എന്റെ മോൾക്കാണേലും വിദേശത്തേക്ക് പോകാൻ. അയ്യോ, ആ പയ്യനും വിദേശത്ത് പോകാൻ തന്നെയാ താല്പര്യം. എന്തായാലും പയ്യനോടൊന്ന് വരാൻ പറ. അവര് തമ്മിൽ കാണട്ടെ. അപ്പൊ അവര് തമ്മിൽ ഇഷ്ടപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും. ശരി, അവര് വരട്ടെ. ശരി. ഹലോ സാറേ, ഞാൻ വിളിച്ചതേ നമ്മുടെ ആ പുത്തമ്പുരയ്ക്കിലെ വർഗീസേട്ടനില്ലേ, അദ്ദേഹത്തെ വൃദ്ധസാനത്തിലാക്കുന്നതിനെ കുറിച്ചൊന്ന് സംസാരിക്കാനായിരുന്നേ.
ആ അതൊരു 5-6 ലക്ഷം രൂപയാവും. പൈസ കൊടുത്തുള്ള സംഭവം ആയതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലേ? ആ അതവർക്ക് അവിടെ എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടാവും. വിനോദവും വ്യായാമവും അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ ജോഷിയായിട്ട് പറഞ്ഞ് അതെല്ലാം റെഡിയാക്കാം. പിന്നെ എൻ്റെ കമ്മീഷൻ്റെ കാര്യം, എനിക്ക് 1 ലക്ഷം രൂപ കിട്ടണം സാറേ. ആ ഓക്കേടാ ശരി എന്നാ. ആരാന്ന് മനസ്സിലായോ? നമ്മുടെ വറീസേട്ടൻ. പുള്ളീനെ കൊണ്ട് ചാടിക്കണം. അവരെ ഇപ്പോൾ ഉള്ളവർക്ക് കുഴപ്പമില്ലല്ലോ. പക്ഷെ അപ്പച്ചൻ്റെ കേസ് അങ്ങനെയല്ലല്ലോ, സ്ട്രോക്ക് വന്നതല്ലേ. അല്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട്. അതൊരു 15 ലക്ഷം രൂപയാവും. 15 ലക്ഷം രൂപ? ആ അത്രയാവും. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറ. ഇതുവരെ ഞാനൊരു തീരുമാനം എടുത്തില്ല. ഇനിയും കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ. ഞാൻ ചേട്ടനോട് അത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഈ ഒറ്റയ്ക്കുള്ള ജീവിതം, എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഓടി എത്തണ്ടേ ചേട്ടാ? അവിടെയാണെങ്കിൽ ഭക്ഷണം, താമസം, പിന്നെ ഇടയ്ക്ക് ടൂർ പോക്ക്. ഇതേ പ്രായത്തിലുള്ള എന്തോരം ആൾക്കാരാണ് അവിടെ ഉള്ളത്. മണിയച്ഛൻ്റെ അച്ഛനും അങ്ങോട്ട് പോയോ? ഏയ്, ഞങ്ങൾ ചേട്ടനനിയന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ അതല്ല അവസ്ഥ. അവിടെ ഒരു 8 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കണം ആദ്യം. വർഗീസേട്ടൻ്റെ അതില്ലെങ്കിൽ ഞാൻ ജോഷിയോട് പറഞ്ഞത് ശരിയാക്കാം. ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ചേട്ടൻ പേടിക്കണ്ട, ഇതങ്ങ് കോഴിക്കോടല്ലേ. നാട്ടുകാർ വിചാരിച്ചോളും ചേട്ടൻ മകൻ്റെ കൂടെയാണ്. ജോഷിക്ക് ഒരു ചീത്തപ്പേരില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. അത് മതിയെന്നേ, ശരിക്കും ആലോചിച്ച് ഒരു തീരുമാനം അങ്ങ് എടുത്താൽ മതി. ഇതേക്കുറിച്ച് ഇപ്പം ഞാനെന്താ ചേട്ടാ പറയണേ? ഒരു കണക്കിന് ആലോചിച്ചാൽ ചേട്ടന് ഇപ്പോൾ വീട് വിറ്റ് പോകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. എത്ര കാലം ഓർത്താ ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയുന്നേ. ഈ പ്രായമായ ഞാൻ ഈ മുതലും കെട്ടിപ്പിടിച്ചോണ്ട് എന്തിനായിരിക്കുന്നേ? എന്നാലും ഒറ്റയ്ക്ക് അന്യനാട്ടിൽ പോയി എത്ര നാൾ എനിക്ക് കഴിയാൻ പറ്റും? നമ്മുടെ നാട്ടിലെ പോലെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ? കാലം മാറിയപ്പോൾ ഒരുപാട് മാതാപിതാക്കൾ ഇപ്പോൾ ഇതേ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, ഒരു കണക്കിന് ചിന്തിച്ചാൽ ഈ മാറിയ കാലത്ത് ഇത്തരം ഒരു തീരുമാനം തന്നെയായിരിക്കും നല്ലത്. ശരിയാ, പുതിയ കാലത്ത് ഇങ്ങനെ മാറി താമസിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അവൻ ആ കേസൊക്കെ കൊളാക്കി. അവൻ ആ ബ്രോക്കർമാരുടെ എന്തായി? അപ്പോൾ ഞാൻ മറ്റന്നാൾ പോവുക. സന്തോഷമായില്ലേ? ഞങ്ങളേറ്റ കാര്യം ഇപ്പൊ ക്ലിയർ ആക്കിയല്ലോ. മറ്റന്നാൾ എപ്പോഴാണ് പോകുന്നത്? ഞാൻ രാവിലെ 8 മണിക്ക് പോവും. 12 മണിക്കാണ് ഫ്ലൈറ്റ്. ഞാൻ വരുന്നത് വരെ അപ്പച്ചൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. വീട് ഒഴിയാനായിട്ട് ഒരു 2 ആഴ്ച സമയം തന്നിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം അപ്പുറത്തെ വീട്ടിലെ മാള് കൊടുത്തോളൂ. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഏതായാലും ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഇപ്പൊ വൃദ്ധസാധനങ്ങളൊക്കെ അല്ലേ ഉള്ളേ, അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാം. എന്നാലും വൃദ്ധസദനത്തിലൊക്കെ താമസിക്കാൻ സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. ധൈര്യമായിട്ടിരുന്നു, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മറ്റന്നാൾ പോയിട്ട് വാ. ഞങ്ങൾ എന്താ വേണ്ടെന്നൊന്നും ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കാം. ഞങ്ങളൊരു തീരുമാനം എന്തായാലും ഉണ്ടാക്കാം. ശരി കേട്ടോ? ശരി, ബൈ. എങ്ങനെയൊക്കെയാവും കാലം പോയൊരു പോക്കേ. നീ പറഞ്ഞ പോലെ തന്നെ സുഹൃത്തിനെ കെട്ടിക്കാൻ വേണ്ടി ഞാനും ഒരുപാട് ഓട്ടോ ഓടിയതാണ്. പക്ഷേ ഫലമുണ്ടോ? നീ പറഞ്ഞ പോലെ തന്നെയാ കാര്യങ്ങൾ. കാർന്നോമാരൊരു വിഷയമല്ല. ഞാനും കൊച്ചേട്ടനും കൂടി ഈ കാര്യം പുള്ളിയോടൊന്ന് സൂചിപ്പിച്ചതാ. പുള്ളി ആലോചിച്ച് പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. എനിക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. സ്വന്തക്കാരായി പോയില്ലേ. ഇപ്പം എൻ്റെ കയ്യിൽ വേറൊരു കേസ് വന്നിട്ടുണ്ട്. അടിപൊളി കേസ് കേട്ടാ. ഒരു ടീച്ചറാ. നീ ആ കാർന്നവരോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ ഈ കല്യാണം അങ്ങ് നടക്കും. ഞാൻ ഒന്നും കൂടി പോയൊന്ന് ശ്രമിച്ചു നോക്കാം. നടക്കുവാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അങ്ങ് നടത്തിയേക്കാം. ഓർമ്മകളിൽ ഓളങ്ങൾ തിരയിളക്കുന്ന കാലം, ഓർമ്മകളിൽ ഓളങ്ങൾ തിരയിളക്കുന്ന കാലം, പുതുമഴയിൽ പൂവിതളിൽ മോഹമിടറുന്ന നേരം, പുതുമഴയിൽ പൂവിതളിൽ മോഹമിടറുന്ന നേരം. ഇങ്ങനെ വന്നിരിക്കാറുണ്ടോ? വേറെ പരിപാടിയൊന്നുമില്ല. എങ്ങനെ സമയം പോകണ്ടേ? അത് വേറെ ഇവിടെ വന്നിരിക്കും. ഞാൻ ചേട്ടനെ ഒന്ന് കാണാനായിട്ടിരിക്കുമായിരുന്നു. നമ്മുടെ സുജിത്തിന് വേറൊരു ആലോചന വന്നിട്ടുണ്ട്. നല്ല കാര്യമാണല്ലോ. പക്ഷെ ഇതും നമ്മുടെ നേരത്തെ പോലെ തന്നെയാണ്. അപ്പോൾ അവരാദ്യം തന്നെ ചോദിച്ചത് വീട്ടിൽ പ്രായമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോയെന്നാ. പെണ്ണ് ടീച്ചറാ, നല്ല അടിപൊളി ബന്ധാ. പ്രായമായവരാരും വീട്ടിലില്ലെന്നാ പറഞ്ഞേക്കണതേ. അതുകൊണ്ട് കുറച്ച് ദിവസം ചേട്ടൻ ഇവിടെ നിന്ന് മാറി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈ കല്യാണം അടിപൊളിയായിട്ട് നടത്താം. അല്ല, അത് കഴിഞ്ഞ് ചേട്ടൻ തിരിച്ചിങ്ങ് പോര്. അല്ല, ചേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂല. അത് മതി. ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്.
നീ നാളെ 10 മണിയാകുമ്പം ഒരു ഓട്ടോറിക്ഷ ഒന്ന് ഇടപാട് ചെയ്യാം. എനിക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനാ. അത് മതി. വീട്ടിലേക്ക് വരണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. അല്ല ചേട്ടൻ എങ്ങോട്ടൊക്കെ പോകുന്നത്? എനിക്ക് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാ. നല്ല കാര്യം. ഈ വയസ്സാം കാലത്ത് അമ്പലങ്ങളിൽ പോകുന്ന ഏറ്റവും നല്ലത്. മനസമാധാനം ഉണ്ടാവും. ആ ചേട്ടനൊരു കാര്യം ചെയ്യും, നാളെ 10 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരും. ഞാൻ വന്നോളാം. ഞാനൊരു ഓട്ടോയും വിളിച്ച് ഇങ്ങോട്ട് വരാം. അങ്ങനെ ആവട്ടെ. ഓക്കെ. ഓർമ്മകളിൽ ഓളങ്ങൾ തിരയിളക്കുന്ന കാലം, ഓർമ്മകളിൽ ഓളങ്ങൾ തിരയിളക്കുന്ന കാലം, പുതുമഴയിൽ പൂവിതളിൽ മോഹമിടറുന്ന നേരം, പുതുമഴയിൽ പൂവിതളിൽ മോഹമിടറും. ഹലോ ചേട്ടാ, ചേട്ടൻ്റെ അമ്മ ചേച്ചിയായിട്ട് വഴക്കിട്ട് എങ്ങോട്ടോ ഇറങ്ങിപ്പോണുണ്ടല്ലോ. എവിടെ വെച്ചാ നീ കണ്ടേ? ഞാൻ ആ കവലേന്ന് ബൈക്ക് ഇങ്ങ് വരുമായിരുന്നു, അവിടെ വെച്ചാ കണ്ടേ. ചേച്ചി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്, ഇനി വീട്ടിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ് കണ്ണ് തുടക്കണുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചതാ, അപ്പം ഇനി അങ്ങോട്ടില്ലെന്ന് പറഞ്ഞ് പോകണ്ടായിരുന്നു. ചേട്ടനൊന്ന് പോയി നോക്കിയേട്ടാ. ഞാൻ പൊക്കോളാടാ, ഇപ്പം തന്നെ പൊക്കോളാം. ഹലോ, നീ എവിടെയാടി? ഞാൻ വീട്ടിലുണ്ട്, അല്ലാതെ എങ്ങ് പോവാനാ? അവിടെ എന്നാ രാവിലെ പ്രശ്നം ഉണ്ടായേ? എന്ത് പ്രശ്നം? ആ എനിക്കറിയില്ല. എന്നിട്ട് അമ്മ എങ്ങോട്ട് പോയി? അമ്മ എങ്ങാണ്ടേക്ക് ഇറങ്ങിപ്പോണുണ്ട്. മോളുടെ വീട് അടുത്ത് തന്നെയുണ്ടല്ലോ, പോയാൽ അവിടം വരെ പോവും. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട് ഓരോ വേഷം കെട്ടുകള്. നീ അവിടെ ഉണ്ടെന്നും പറഞ്ഞ് അമ്മേനെ ഇറക്കി വിടാൻ പറ്റുമോ എനിക്ക് അവിടെ നിന്ന്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഒരു അരമണിക്കൂറിനുള്ള അവിടെ എത്തും. അന്നേരം അമ്മേനെ വിളിച്ചോണ്ട് വന്നോളാം എവിടെയാന്ന് വെച്ചാ. ഞാൻ ആരെ ഇറക്കി വിട്ടിട്ടില്ല, പോയവര് തന്നെ വന്നോളൂ. ഞാനായിട്ട് ആരെ അന്വേഷിച്ച് പോവാനും പോണില്ല. പറവകളെങ്ങോ പറന്നു പോകും വഴിയിൽ നിൽക്കുമ്പോ, പറവകളെങ്ങോ പറന്നു പോകും വഴിയിൽ നിൽക്കുമ്പോ. ഹലോ, അതെ ഒരു ചെറിയ കാര്യം ഉണ്ടാ, നീ ഇറങ്ങണ്ട, മധുരഗാനം ഞാൻ വിളിച്ചിട്ട് പോന്നാ മതി. ഓക്കേടാ. നിലവുകളിൽ ഒഴുകി വരുന്നൊരു മധുരഗാനം കേൾക്കുമ്പോ. നീ എങ്ങോട്ടാ? ഞാൻ കളിക്കാൻ പോവാ. മുത്തശ്ശനോട് പോവാ? ഞാനൊരു വഴിക്ക് പോവാ. കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞേ വരുവുള്ളൂ. കുറച്ചാളെന്ന് പറഞ്ഞാ എങ്ങനാ? കുറച്ച് ദിവസം എടുക്കും. അമ്മോട് പറഞ്ഞേക്ക് കേട്ടോ. പറഞ്ഞേക്കാം. നിലവുകളിൽ ഒഴുകി വരുന്നൊരു മധുരഗാനം കേൾക്കുമ്പോ, നിലവുകളിൽ ഒഴുകി വരുന്നൊരു മധുരഗാനം കേൾക്കുമ്പോ, ഓർമ്മകളെ ഓർമ്മകളെ. ചേട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്ത് പറ്റി? നമ്മള് ചെയ്യണത് ശരിയാണോ എന്നൊരു തോന്നല്. നീ എന്നെ ഈ പറയണേ? നമ്മളൊരു നല്ല കാര്യത്തിലല്ലേ പോണേ? ഞാൻ നല്ല ഹാപ്പി ആയിട്ടല്ലേ പോണേ? ഈ നുണയൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാന്ന് വെച്ചാലേ, ഏട്ടൻ പോയി കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ ഇതിന് സമ്മതിച്ചില്ലെങ്കിലോ? അവനൊക്കെ സമ്മതിച്ചോളൂ. മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് ഈ ബന്ധങ്ങളെന്നൊക്കെ പറയണത് 50% ഡൈവോഴ്സിലാണ് കലാശിക്കുന്നത്. അവസാനം അവന് പെണ്ണും പിള്ളേയില്ല, അച്ഛനും ഇല്ലാത്തൊരവസ്ഥയാവൂലേ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്നേ. അങ്ങനെയൊക്കെ ചിന്തിച്ചാണോ നമ്മൾ ഓരോന്ന് ചെയ്യണത്? നല്ലത് സംഭവിക്കുമെന്ന് വിചാരിച്ചല്ലേ ചെയ്യണതൊക്കെ. എൻ്റെ ഒരു അവിവേകം കൊണ്ട് എനിക്ക് തോന്നി ചേട്ടനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുകയാണല്ലോ എന്നൊരു തോന്നല്. എൻ്റെ അമ്മയാണ് എന്നെ ഉപേക്ഷിച്ച് അങ്ങനെ പോണെങ്കിലോ എന്ന് ഞാൻ ഓർത്തപ്പോൾ ഒരു വിഷമം. മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ സുകുമാര അച്ഛനമ്മമാരൊക്കെ ജീവിക്കണത്. കാലം മാറുമല്ലേ? കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറിയേ പറ്റൂ. ഇത് ത്യാഗമൊന്നുമല്ല,
എന്നെ കണ്ണു തുറപ്പിച്ചത് സുകുമാരനാണ്. അതുകൊണ്ട് സുകുമാരൻ ഒരു കാരണവശാലും വിഷമിക്കണ്ട. സുകുമാരൻ വണ്ടി വിളിക്കും. എൻ്റെ തെറ്റിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് ചേട്ടാ. അതുകൊണ്ട് ഞാനിതിന് കൂട്ടു നിൽക്കില്ല. ചേട്ടൻ മടങ്ങി പോണം. ഞാനൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാനത് പ്രകാരമേ പ്രവർത്തിക്കുള്ളൂ. നീ ഓട്ടോറിക്ഷ വിളിച്ചാലും വിളിച്ചില്ലേലും ഞാൻ പോവുക. സുജിത്ത് റെയിൽവേ സ്റ്റേഷനിൽ എന്നെ തപ്പി നടക്കുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞേക്കണം. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു എന്നൊന്ന് പറഞ്ഞേക്കണം. ഞാൻ പോവുക. പറവകളെങ്ങോ പറന്നു പോകും വഴിയിൽ നിൽക്കുമ്പോ, പറവകളെങ്ങോ പറന്നു പോകും. ഞാനിവിടെ ഇല്ലേലും ഇതുപോലെ നടക്കണം. പഴയ പോലെ അല്ല, കുറെ കൂടി വ്യത്യാസമായിട്ടുണ്ട്. അതെന്താ ജോമോനെ, നിനക്ക് മടങ്ങി പോകാറായോ? പോണം അപ്പച്ച. ഞാൻ അപ്പച്ചനെ ഓർത്ത് ഇത്രയും ദിവസം നിന്നത്. അങ്ങോട്ട് പോയില്ലെങ്കിൽ ജോലിയൊക്കെ പോവുക. മമ്മി പപ്പേനെ കാണുന്നില്ലല്ലോ. പപ്പയ്ക്ക് പോകാൻ വലിയ താല്പര്യമുണ്ടെന്നൊന്നും തോന്നണില്ല. ഏതായാലും ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ജോമോൻ ഇത് എവിടെ പോയി കിടക്കുക? അപ്പച്ച, ഒരു മിനിറ്റ്. ഞാൻ അപ്പച്ചനായിട്ട് നടക്കാനിറങ്ങിയതാ. എയർപോർട്ടിൽ 12 മണിക്കെങ്കിലും എത്തേണ്ടതാണെന്ന് അറിഞ്ഞുകൂടെ? അപ്പച്ചന് എന്ത് ചെയ്യും നിഷേ? അപ്പച്ചൻ അടുത്ത് തന്നെയുണ്ട്. ഇത്രയും ദിവസം ലീവ് ഉണ്ടായിരുന്നിട്ടും പപ്പയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയില്ലേ? ഏതെങ്കിലും കെയർ ഹോമിൽ കൊണ്ടാക്കി കൂടായിരുന്നോ? ഞാൻ ദേ ഇവിടെ ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും. അതിനുള്ളിൽ നിങ്ങൾ തിരിച്ചെത്തിയില്ലെങ്കിൽ ഭാര്യയെ മക്കളെ മറന്നേക്കും. പപ്പ എന്താ മമ്മി പറഞ്ഞേ? പപ്പയ്ക്കെങ്ങും വരണമെന്നൊന്നുമില്ല. അയ്യോ, പപ്പ വരുന്നില്ലേ? അപ്പം നിനക്കും വരണ്ടേ? എനിക്ക് വരണം. ഒരു 5 മിനിറ്റും കൂടെ നോക്കാം. എന്തിനാ ജോമോനെ അങ്ങോട്ടൊക്കെ പോണത്? ഇവിടെയൊക്കെ നോക്കിയെടുത്താൽ പോരെ? നമുക്ക് കഴിഞ്ഞുകൂടാനുള്ള വകയില്ലേ? നെൽപ്പാടം വെറുതെ കിടക്കണം. റബ്ബർ കെട്ടാൻ ആളില്ലാത്ത കാരണം അതാ അങ്ങനെ കിടക്കണം. വെറുതെ എന്തിനാ അന്യ നാട്ടിൽ പോയി ഇങ്ങനെ കഷ്ടപ്പെടണം? ഇവിടെയാണെങ്കിൽ ഞാനിപ്പോൾ തനിച്ച്. ഞാൻ നിഷയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അവളോട് പറഞ്ഞിട്ട് ഒരു വിശേഷവും ഇല്ല. അവൾ പട്ടണ പരിഷ്കാരിയാ. ലീവിന് വന്നിട്ട് 1 മാസം ലീവിന് വന്നിട്ട് 2 ദിവസം ഇവിടെ തവച്ച് നിന്നോ? അപ്പനമ്മ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും അവക്കില്ല. ഇനി പപ്പ വരൂലായിരിക്കൂലേ മമ്മി? ആ, വരില്ലായിരിക്കും. ഒന്നും കൂടി വിളിച്ചു നോക്കൂ മമ്മി. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ആ നിഷേ, ജോമോനെ, ഞങ്ങളിതാ ഇറങ്ങുക കേട്ടോ. ഒന്നും പറയാനില്ലല്ലോ? ഞാൻ വരാം. എവിടെയുണ്ട്? ഞാൻ ഈ ജംഗ്ഷന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാനിപ്പോൾ കാർ കൊണ്ടുവരാം. വിസയും പേപ്പേഴ്സും ഒക്കെ ബാഗിലുണ്ട്. ശരി, ഇപ്പൊ വരാം. അവിടെ വെയിറ്റ് ചെയ്തോ. അതെ അപ്പച്ച, നിഷയുടെ പാസ്പോർട്ട് എൻ്റെ കയ്യിലിരിക്കുക. അത് ഞാൻ വീട്ടിൽ പോയി എടുത്തു കൊടുത്തിട്ട് വേഗം വരാം. അപ്പച്ചൻ ഇവിടെ തന്നെ നിന്നോ. അവൾക്കതിൻ്റെ ഓഫീസിൽ പോകാനുണ്ടേ. അല്ലെങ്കിൽ അപ്പച്ചൻ കുറച്ചങ്ങ് നടന്നോ. നടക്കണ നല്ലതാ. ജോസ്പേട്ടൻ എന്താ ഇവിടെ നിൽക്കണം? ജോമോൻ അങ്ങ് പോയേക്കുക. അവർ ഞാൻ വരാനായിട്ട് നിൽക്കുക. അതിന് ജോമോനോടെ പോയതാ. അവരെന്തോ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങ് പോയി. എനിക്കാണേ തീരെ വയ്യ. നടക്കാനാണെങ്കിലും പറ്റണില്ല. അതാ ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നത്. നമുക്കൊരു ഓട്ടോ വിളിച്ച് പുള്ളിനെ കൊണ്ട് ആകിയാലോ? നമ്മളിപ്പോൾ ഓട്ടോ വിളിക്കാൻ പോയാൽ അവരവിടെ നിൽക്കുമല്ലേ? അവർ ചീത്ത പറയില്ലേ? ആ, എന്നാ വിട്ടു. കിനാവിൻ
മാനത്തു കണ്ട ചെമ്മാനത്തിലക്കമോ ചാരത്തു നിന്നോ മകന്ന പൂത്തുമ്പിയോ മാനത്തു കണ്ട ചെമ്മാനത്തിലക്കമോ ഏതാണേതാണിന്നെൻ്റെ മാനസ മോഹഭംഗങ്ങൾ എന്നോടു കൂടെ ഏതാണേതാണിന്നെൻ്റെ മാനസ മോഹഭംഗങ്ങളിൽ എന്നോടു കൂടെ ചാരേത്തിയ കാറ്റാണോ ഓടിയന്നൊരു നിഴലാണോ ആരാണാരാണേതോ വഴിയിൽ ഏകനായി നിൽക്കുന്നു. നിഷേ വന്നിട്ട് ഒത്തിരി നേരമായോ? പപ്പ എവിടെ? അപ്പച്ചൻ വഴിയിൽ നിൽക്കുക. എന്താ ജോമോനെ ഇത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ? ഞാൻ രാവിലെ വരൂന്ന് പറഞ്ഞതല്ലായിരുന്നോ? അപ്പനെ ഇവിടെ നിർത്തിയിട്ട് എങ്ങനെയാ പോണത് നിഷേ? ഇട്ടിട്ട് പോണ്ട, പപ്പയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ. ഇപ്പൊ ഈ വഴി പോണെന്നാണോ നിഷ പറയുന്നത്? ഈ വഴി പോയ ഫ്ലൈറ്റ് കിട്ടും. ഞങ്ങൾ ഏതായാലും പോവാ. അപ്പച്ചനെ വഴിയരിയിലാക്കിയിട്ട് എങ്ങനെയാ പോണേ നിഷ? പപ്പയുടെ അനിയന്മാരും ബന്ധുക്കാരും ഒക്കെ ഇവിടെ ഇല്ലേ? അവരാരെങ്കിലും വാ നോക്കി. പപ്പ നമുക്ക് പോവാം വാ. ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നു, വന്ന് വണ്ടി കയറും. ഏതാണേതാണിന്നെൻ്റെ മാനസ മോഹഭംഗങ്ങൾ എന്നോടു കൂടെ ഏതാണേതാണിന്നെൻ്റെ മാനസ മോഹഭംഗങ്ങളിൽ എന്നോടു കൂടെ ചാരേത്തിയ കാറ്റ്. ചേട്ടാ, അയ്യോ കണ്ടിട്ട് കുറെ കാലായല്ലോ ചേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമില്ല കുഞ്ഞുവാന്. എന്ത് പറ്റി? എനിക്കൊരു സ്ട്രോക്ക് വന്നു. അതൊക്കെ രണ്ടെണ്ണം അടിക്കുമ്പോൾ ഡബിൾ സ്ട്രോങ് ആയിട്ട് മാറിക്കോളൂ. ഏറിക്കേ ഒരെണ്ണം അടിക്കാം വാ. രണ്ടെണ്ണം അങ്ങ് അടിക്കാന്നേ ചേട്ടാ. ഈ രക്തമൊക്കെ ഉറഞ്ഞിരിക്കുമ്പോൾ ഈ തണുത്തിരിക്കുന്ന സമയത്ത് രണ്ടെണ്ണം അടിച്ചാൽ രക്തം പെട്ടെന്ന് അങ്ങ് ചൂടാകുന്നേ. എത്ര നാളായി ചേട്ടനോട് ഒരു കമ്പനി കൊടുക്കും? കയറി ചേട്ടാ ഇങ്ങോട്ട്. വേണ്ട കുഞ്ഞുവാന്, ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നതാ. കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ നിന്ന് വന്നേ ഉള്ളൂ. ഞാൻ ഇപ്പം തന്നെ വരും. ചേട്ടൻ അങ്ങോട്ട് പോകരുത്. ആ തണുത്തോണ്ട് അങ്ങനെ മാറിയെന്ന്. ജോസഫേ, എന്താ ഇവിടെ നിൽക്കുന്നേ? നടക്കാറൊക്കെ ആയോ? വയ്യാതിരിക്കുമല്ലായിരുന്നോ? ജോമോൻ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവൻ്റെ ഭാര്യ ഫോൺ ചെയ്തങ്ങ് പോയേക്കുക. എന്നോട് കുറച്ചങ്ങ് നടന്നോളാൻ പറഞ്ഞു. അവനിപ്പോൾ വരും. ജോസഫേ, അവനിനി വരുമെന്ന് കരുതുന്നുണ്ടോ? അവൻ്റെ ഭാര്യ ബഹളം ഉണ്ടാക്കി. അവൻ്റെ ജോലി പോകുമെന്ന് പറഞ്ഞ് അവൾ അവനെ വിളിച്ചുകൊണ്ടുപോയി. ഈ വയ്യാതിരിക്കണ എന്നെ തനിച്ചാക്കിയിട്ട് അവൻ പോയെന്നോ? കാലമൊക്കെ മാറി ജോസഫേ. ഓരോ നിമിഷത്തിനും മനുഷ്യന് അതിൻ്റേതായ വിലയുണ്ട്. ഈ വയസ്സായ ജോസഫിൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ ജീവിതം ഇനി കളയണോ? ഇപ്പം അവൻ UK പോയില്ലെങ്കിൽ അവൻ അവൻ്റെ ഭാര്യയെ നഷ്ടപ്പെടും. അവൻ്റെ ജോലിയും പോകും. ബാ, എല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കാം. ഈ നടക്കാൻ പോലും പറ്റാത്ത ഞാൻ എങ്ങോട്ട് പോരാൻ? ഞാനല്ലേ ജോസഫെ വിളിക്കുന്നത്? എൻ്റെ കൂടെ വാ. ചാരത്തു നിന്നോ മകന്ന പൂത്തുമ്പിയോ മാനത്തു കണ്ട ചെമ്മാനത്തിലക്കമോ ചാരത്തു നിന്നോ മകന്ന പൂത്തുമ്പിയോ മാനത്തു കണ്ട ചെമ്മാനത്തിലക്കമോ. എന്നാ പറ്റാ? വർഗീസ് അവിടെ വീട്ടിലില്ലേ? രാവിലെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴേ വീട് അടച്ചിട്ടിരിക്കുന്നു. എന്നോടൊന്നും പറഞ്ഞില്ല. ഇനി വല്ല മരുന്ന് വാങ്ങാനും പോയതായിരിക്കും. അപ്പച്ചനൊരു കാര്യം ചെയ്യാം, ബസ് സ്റ്റോപ്പിലൊന്ന് പോയി നോക്ക്. ബസ് വരാൻ അരമണിക്കൂറുണ്ടല്ലോ. ശരി. വർഗീസ് ഇതിലേക്കാ പോകുന്നു. വർഗീസേ ഇതിലേക്കാ പോകുന്നുണ്ട്. വർഗീസിനെ കണ്ടായിരുന്നു ചേട്ടാ. ഒരു 2 മിനിറ്റ് ആയുള്ളൂ. വർഗീസിനെ ഒരു ബാഗും തൂക്കി അങ്ങ് പോയിട്ടുണ്ട്. എനിക്ക് തോന്നണേ ബസ് കയറാൻ പോയതാണോ. ശരി ചേട്ടാ. അച്ഛാ, അച്ഛാ, അച്ഛനിത് എവിടെ പോയതായിരുന്നു?
ഞാൻ ചുമ്മാ ഇറങ്ങിയതാ ഒരു സർക്കിട്ടിനായിട്ട്. അമ്പലങ്ങളിലേക്ക് ഒന്ന് പോയിട്ട് വരാന്ന് വെച്ച് ഇറങ്ങിയതാ. എന്താ അച്ഛാ ഇത്? എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ലേ? മോനോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വഴിക്ക് വെച്ച് കണ്ടപ്പോൾ അവനോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് അച്ഛൻ മടങ്ങി വന്നേന്തേ ഇപ്പോ? ഞാൻ പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതാ. അവിടെ വെച്ച് എൻ്റെ പഴയ ഒരു സുഹൃത്തിനെ കണ്ടു. പേര് പൗലോസ്. അപ്പോൾ പൗലോസ് പറഞ്ഞു, എനിക്ക് പാലക്കാട് ഒരു വീടുണ്ട്, നമുക്ക് എല്ലാവരും കൂടി അവിടെ ഒന്നിച്ച് താമസിക്കാം. അത് കാരണം തിരിച്ചു വന്നു. ഇനിയിപ്പം നാളെ ഞങ്ങൾ പോകും. ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചാ ഓടി വന്നേന്നറിയോ? അച്ഛൻ സത്യം പറ, അച്ഛൻ എന്തിനാ ഇപ്പം എവിടെ നിന്ന് പോയത്? നിനക്കറിയാവുന്നതല്ലേ, വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ. 30-35 വയസ്സായില്ലേ അവന്. ഞാൻ അവിടെ നിന്ന അവൻ്റെ കല്യാണം വല്ലതും നടക്കുമോ? പണ്ടത്തെ പോലെ കാരണവന്മാരെ ശുശ്രൂഷിച്ച് ജീവിതം കളയാൻ ഏതെങ്കിലും പെൺപിള്ളേർ ഇഷ്ടപ്പെടും. അപ്പം നമ്മളങ്ങ് മാറിക്കൊടുത്തേക്കുവാണെങ്കിൽ അവൻ്റെ കല്യാണം നടക്കും. വർഗീസേ, ചേട്ടൻ എപ്പോഴാ വന്നേ? ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ഞാൻ വീട്ടിൽ വന്നപ്പോഴേ വീടെല്ലാം അടിച്ചു പൂട്ടിയിട്ടിരിക്കുന്നു. വീട് അടച്ചു പൂട്ടിയിട്ട് എവിടെ പോവുക? അതെ, ആ, നമ്മുടെ വീട് കച്ചവടമായി. ജോഷിക്ക് അവിടെ ഒരു വീട് വാങ്ങണം, അതിനു വേണ്ടി വിറ്റു. നീ എന്ത് മണ്ടത്തരമായി കാണിച്ചിരിക്കുന്നത്? ഈ വീടും മുതലും ഒക്കെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. നേരത്തെ വിളിച്ചു പറയാൻ പാടില്ലായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഇതിനൊക്കെ എന്ത് ബുദ്ധിമുട്ടിരിക്കുന്നു? നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് എൻ്റെ കൂടി ബുദ്ധിമുട്ടല്ലേ? നീ എങ്ങോട്ട് പോകാനാ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നത്? അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഈ പ്രായമുള്ളവരെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ഏതെങ്കിലും ഒന്ന് കണ്ടെത്തണം. എടാ, ഇത് നമ്മുടെ ജോസഫ് അല്ലേ? ഇയാളെന്തായി കൂടെ? ജോസഫിനും വയ്യാതായി. ജോസഫിന്റെ മകൻ ഇപ്പൊ കൂടെ ഇല്ല. ഓ, അങ്ങനെയൊക്കെയാണോ? ഞങ്ങൾ കണ്ടുമുട്ടി, വഴിയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. മകൻ എന്നെ ഇട്ടേച്ച് പോയി. പിന്നെ വർഗീസ് വിളിച്ചപ്പോൾ ഞാൻ പോരുക ചെയ്ത്. ഏതായാലും നിങ്ങൾ ഇനി എങ്ങോട്ട് പോകട്ടെ. പാലക്കാട്ടെ നമ്മൾ കളിച്ചു നടന്ന ഒരു വീടില്ലേ, ഇനിയുള്ള കാലം നമുക്ക് എല്ലാവരും കൂടി അവിടെ ഒന്നിച്ച് താമസിക്കാം. എത്ര കാലമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്തയുള്ളത്, നമ്മുടെ മാധവനില്ലേ, അവനും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എന്തായാലും ഇതൊന്നും ശരിയാവില്ല അച്ഛാ. നാട്ടുകാരോട് ഞങ്ങൾ എന്താ സമാധാനം പറയാ? എന്ന് പറഞ്ഞാൽ ഈ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഞാനും വർഗീസിന്റെ ചേട്ടനും കൂടി രാവിലെ പോവും പാലക്കാട്ടിന്. അച്ഛൻ പോയാ അവന്റെ കല്യാണം നടക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അവൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്ത് പറഞ്ഞാലും എൻ്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അവൻ അതൊക്കെ സമ്മതിച്ചോളും. ഭാഗത്തേക്ക് വാ. നീ എന്താ കടയിട്ട് പോയില്ലേ? ആ, ഞാൻ പോയതാ. അപ്പോഴത്തേക്കല്ലേ മോൻ ഇത് വിളിച്ചു പറഞ്ഞത്. അപ്പൊ അവന്റെ മകൻ സമ്മതിക്കുമോ? അത് സമ്മതിക്കാതെ എന്ത് ചെയ്യും? സമ്മതിച്ചാലും ഇല്ലെങ്കിലും മാധവൻ പോകും. അവരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയോളാം. വാ, നമുക്ക് നടക്കാം. കൈകളിലോരോ കരിവളയിട്ടു കൊണ്ടു നടന്നൊരു കാലം, കൈകളിലോരോ കരിവളയിട്ടു കൊണ്ടു നടന്നൊരു കാലം, കഥ പറയാനെന്നും പാടിയുറക്കാനെന്നും അച്ഛനായിരുന്നു സ്നേഹ പുഷ്പമാണിതെന്നും, അച്ഛനായിരുന്നു സ്നേഹ പുഷ്പമാ